പാട്ട് ഒരു റെക്കോർഡ് ചെയ്ത് നമ്മുടെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഷൂട്ടിംഗ് സമയത്തുള്ള മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ മറ്റു പാട്ടുകളപ്പോൾ കേൾക്കില്ല. ഈ പാട്ടുകൾ തന്നെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കും. ആ സിനിമയിൽ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാട്ട് ഞാൻ സ്ഥിരമായിട്ട് കാറിൽ എന്ന് ലൊക്കേഷനിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു വേറെ പാട്ടിടാൻ പറയും, ഞാൻ പറ്റില്ല എന്ന് പറയും, ഇതന്നെ ഇടാൻ പറയും. കാരണം അത് എൻ്റെ ഒരു ഇൻസ്പിറേഷനാണ്. ഞാൻ നമ്മൾ അതിലൂടെയാണ് ആ സിനിമയുടെ കഥ പറയുന്നത് തന്നെ. നമുക്കൊരു താളം അറിയാണ്ട് നമുക്ക് രൂപപ്പെട്ടു വരും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ പാട്ട് കേൾക്കാനേ തോന്നില്ല. ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിൽ കേട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്ന വഴിക്ക് കേട്ട് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ മാറ്റും. പിന്നെ നമുക്കത് കേൾക്കുമ്പോൾ മടുപ്പാവും. അങ്ങനെ ഒരു തരാറുണ്ട്. പിന്നെ കുറേ കാലം കഴിയണം ആ പാട്ട് വീണ്ടും നമ്മൾ ഇപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പഴയ ഓരോ സിനിമയുടെയും ചിത്രീകരണ വേളയെക്കുറിച്ച് ഓർക്കാറില്ല. അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പിന്നെ തീർച്ചയായിട്ടും അതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ അന്നത്തെ ഉറക്കമുള്ള രാത്രികൾ. അതെ, നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് അതൊക്കെയാണ്, ഈ ഓർമ്മകളാണ് നമുക്ക് കിട്ടിയത്. ഇത് പണത്തിനേക്കാളും അല്ലേ മറ്റെന്തിനേക്കാളും. ഇതിൽ പിന്നെ ദിലീപും മഞ്ജു വാര്യരും അല്ല ഈ മറ്റൊരു പ്രണയം മുട്ടിട്ടത് ഇതേ സെറ്റിൽ വെച്ചാണ്. ഇപ്പൊ ജയറാം പാർവതിയുടെ കഥ പറഞ്ഞു ദിലീപും മഞ്ജു കാരണം ഗുരുനാഥനായി നിൽക്കാൻ പറ്റുമല്ലോ. അത് വളരെ സാഹസികമായ മുളച്ചൂട്ടലാണ്. അത് അതിക്ക് മുമ്പ് വേൾഡ് വാർ കഴിഞ്ഞിട്ടാണ്. അല്ല അത് വേറെ കഥ. പക്ഷെ ഇത് ഇപ്പൊ ദിലീപിന്റെ മഞ്ജുവിന്റെ മാത്രമല്ല, പിന്നീട് ബിജുവിന്റെയും സംയുക്തയുടെ കാര്യത്തിലൊക്കെ ഇത് ആവർത്തിച്ചു. ശരിയാണത്. അതൊന്ന് നമുക്ക് പരിശോധന വിധേയമാക്കേണ്ട പാരമ്പര്യമുള്ള അത് ഒരു പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഈ പുഴയും കടന്നിലെ പിന്നെ നമുക്ക് അതിലെ പാട്ടുകളിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഏത് പാട്ടാണ് ജോൺസൺ മാഷ്? നമ്മൾ ആദ്യം കമ്പോസ് ചെയ്ത് മറ്റേ കുട്ടികൾ പടത്തിൻ്റെ ഓപ്പണിങ് തന്നെ ദേവകന്യ. ഈ 3 പെൺകുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഓപ്പണിങ്ങിൽ. അമ്മയില്ല ഈ കുട്ടികൾക്ക്. അപ്പോൾ ഇവർ കുളിക്കുന്ന മോർണിംഗ് ഏർലി മോർണിംഗ് ട്യൂണിനാണ്. ട്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഒരു മ്യൂസീഷ്യൻ്റെ മനസ്സിൽ കൂടെ ചില സ്കെയിൽസ് ഇങ്ങനെ പറന്ന് കളിക്കും. പക്ഷേ അത് ഞാൻ സാധാരണ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല, ഒരു കളറേ കാണും. അപ്പോൾ ഇങ്ങനെ വന്നത് ഫസ്റ്റ് വന്നത് താരീ താരീ താന താരീ താനീ താനീ താരീ താരൂ അങ്ങനെ ട്യൂൺ വന്നത്. അതാണ് ഗിരീഷ് മനോഹരമായിട്ട് ദേവകന്യക സൂര്യ തമ്പുരുമീട്ടുന്നു സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു എന്നായത്. നന്നായി എഴുതിയിട്ടുമുണ്ട്. അതിൽ ഇതേപോലെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വരിയുണ്ട്, നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു. അത് അതിൻ്റെ അകത്തെ കഥയുണ്ട്. നമ്മുടെ ആ സിനിമയുടെ ഒരു എസൻസ് അതിൻ്റെ അകത്ത് ഭയങ്കര